കമ്പനിയുടെ പെർഫോമൻസ് ബോണസ് അച്ചീവർ ഒക്കെ ആകാൻ പോകുന്ന ഗ്രേറ്റ് ലീഡറാണ് സുജാത മാഡം. നിരവധി ടീമിനെ ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് ബെറി സ്റ്റാറുകളെയും ബെറി ഡബിൾ സ്റ്റാറുകളെയും ഫാസ്റ്റ് സ്റ്റാറുകളെയും സൃഷ്ടിച്ചുകൊണ്ട് എല്ലാവർക്കും റോൾ മോഡൽ ആകുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് സുജാത മാഡം. വർഷങ്ങളോളം ആശാ വർക്കറായി നമ്മളെ ഹോസ്പിറ്റലിൽ ആശാ വർക്കറായി ഒരുപാട് ആളുകളുടെ ആശാ വർക്കറായി ജോലി ചെയ്യുന്നവർ നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുകയും അതിലൂടെ റിസൾട്ട് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഗ്രേറ്റ് ലീഡറാണ് നമ്മുടെ സുജാത മാഡം. അതുപോലെ തന്നെ കുറെ ആശാ വർക്കർമാരും നമ്മുടെ ടീമിലുണ്ട്. അപ്പോ എനിക്ക് പറയാനുള്ളത് സക്സസ് ബെറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന് വേണ്ടി എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഹൈഫ്ലേസ് മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്നെ ഒന്നുകൂടി പരിചയപ്പെടുത്താൻ, എന്റെ പേര് അബ്ദുൽ ലത്തീഫ് പൂവത്തിക്കലാണ്. ബേസിക്കലി ഞാനൊരു മദ്രസ അധ്യാപകനായിരുന്നു. വർഷങ്ങളോളം മദ്രസയിൽ ജോലി ചെയ്യുന്ന അവസരത്തിലാണ് ഈ നല്ലൊരു സുവർണാവസരം എന്റെ കയ്യിൽ കിട്ടിയത്. അത് ശക്തമായി ഏറ്റെടുത്തുകൊണ്ട് നിരവധി ആളുകൾക്ക് 1000 അതുപോലെ തന്നെ 5000, 10000, 35,000 വരെ ആഴ്ച വരുമാനം വാങ്ങിക്കൊടുക്കാൻ ഇതിലൂടെ എനിക്ക് സാധിച്ചു. അതിനുവേണ്ടി തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ലീഡേഴ്സിനെയും, പ്രത്യേകിച്ച് നമ്മളെ ഗ്രേറ്റ് ലീഡറായ മനോജ് സാർ ആൻഡ് ലത മാഡം, ഇവർക്ക് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എല്ലാ സക്സസ് ബെറിയുടെ എല്ലാ ലീഡേഴ്സിനെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ സെഷൻ ആരംഭിക്കുകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ടോപ്പിക് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ്സിന് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ പ്രയോറിറ്റി ചേഞ്ച് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേൺ ടു ടീച്ച്. ആദ്യം നമ്മൾ പഠിക്കണം, പിന്നെ അത് ചെയ്യണം, പഠിപ്പിക്കണം. അതാണ് നമ്മുടെ ബിസിനസ്സിൽ ആകത്തുക. നമുക്കിത് ചെയ്യാൻ ഇത്ര മാത്രം കാര്യങ്ങളുള്ളൂ. ആദ്യം നമ്മൾ പഠിക്കണം, പിന്നെ അത് പഠിപ്പിച്ചു കൊടുക്കണം, പിന്നെ അത് ചെയ്യണം. ഈ കാര്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയെടുത്താൽ നമുക്കത് വീണ്ടും വായിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആളുകൾ വരുന്ന സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിക്കും. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ എഴുതിയെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. വീണ്ടും നമുക്കത് ഉപകാരപ്പെടും. കാരണം പറഞ്ഞത് കൊണ്ട് നമ്മുടെ മനസ്സിൽ നിൽക്കണമെന്നില്ല. എഴുതിയെടുത്താൽ അത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മുടെ ടീമിലൂടെ വരുന്ന ആളുകൾക്ക് അവരുടെ ലീഡറായിട്ട് നമ്മൾ മാറുന്ന സമയത്ത് അവർക്കൊക്കെ ക്ലാസ് എടുക്കാനും അതുപോലെ തന്നെ നമുക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കാനും ഓർമ്മപ്പെടുത്താനൊക്കെ സാധിക്കും. കഴിയുന്ന ആളുകളൊക്കെ എഴുതിയെടുക്കണമെന്ന് ആദ്യമായി ഞാൻ ഉണർത്തുകയാണ്. നമ്മള് ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലൂടെയാണ് നമുക്ക് ഇതിന് പ്രയോറിറ്റി കൊടുക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ ചെയ്യുന്ന ബിസിനസ് സാധാരണ ഒരു ബിസിനസ് അല്ല. അഥവാ നമ്മളെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് പോലെ ഉൽപ്പന്നങ്ങൾ എടുത്ത് സ്റ്റോക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ അവിടേക്ക് ക്ഷണിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന രീതിയല്ല നമ്മുടേത്. അത് ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങളും അതുപോലെ തന്നെ ടെൻഷനുകളൊക്കെ നമുക്ക് ഇതിലൂടെ ഒഴിവാക്കാൻ പറ്റും. ഒരു തുണിഷാപ്പ് തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പലചരക്ക് കട തുടങ്ങുകയാണെങ്കിൽ അവിടെ കഴിയുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ കൊണ്ടുപോയി വെക്കണം. അതുപോലെ തന്നെ ഓരോ മോഡലുകൾ മാറുന്ന സമയത്തും ആ മോഡലുകൾ നമ്മുടെ കടയിൽ ഉണ്ടെങ്കിലേ ആൾക്കാർ നമ്മളെ കടയിൽ കയറുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഓണത്തിന് ഇറങ്ങിയ മോഡലല്ല അടുത്ത ഓണത്തിന് വരിക. അപ്പോ അടുത്ത ഓണത്തിന് വരുന്ന സമയത്ത് പുതിയ മോഡൽ നമ്മൾ വാങ്ങി വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കച്ചവടം കുറഞ്ഞു പോകും. അതുപോലെ തന്നെ ആദ്യത്തെ മോഡല് പഴയ മോഡൽ ആയതുകൊണ്ട് ആരും വാങ്ങൂല. ഇങ്ങനെയുള്ള ടെൻഷനുകളൊന്നും നമുക്കില്ലാതെ നമുക്ക് വേണ്ടി ഒരുപാട് കോടികൾ മുടക്കിയ കടകൾ നമ്മുടെ കമ്പനി തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തും തുടങ്ങി വെച്ചിട്ടുണ്ട്. 1000 ചില്ലാനം കടകൾ നമ്മുടേതാണ്. അവിടെ എത്രത്തോളം നമ്മളിലൂടെ കച്ചവടം ഉണ്ടാക്കാൻ സാധിക്കും, അതാണ് നമ്മുടെ വരുമാനം. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോക്ക് അടക്കാനുള്ള ടെൻഷനോ കറണ്ട് ബില്ല് അടക്കണോ അല്ലെങ്കിൽ തന്നെ പിന്നെ പണിക്കാർക്ക് കൂലി കൊടുക്കണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഓരോരോ മോഡലുകളും കമ്പനി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മുടെ കടയിൽ വരുന്ന സമയത്ത് നമ്മിലൂടെ എത്രത്തോളം നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് നമ്മൾ നല്ലവണ്ണം പഠിക്കണം. പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ബിസിനസ് നല്ലവണ്ണം പഠിച്ചവർക്ക് മാത്രമാണ് ഇതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ഇതുപോലുള്ള അവസരങ്ങൾ, ഹൈഫ്ലേസ് മീറ്റിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് ലീഡറായ ഒരുപാട്
ആളുകൾക്ക് ആരോഗ്യവും വരുമാനവും എത്തിച്ചുകൊണ്ട് എന്നെ പോലുള്ള ഒരുപാട് സാധാരണക്കാരായ ആളുകളെ ഒരു ബിസിനസ് മേനാക്കി മാറ്റിക്കൊണ്ട് അസാധാരണ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ മനോജ് സാറിന്റെ തിങ്കളാഴ്ചയിലെ സെഷനൊക്കെ, കഴിഞ്ഞ തിങ്കളാഴ്ചയൊക്കെ നമുക്ക് കിട്ടിയ സെഷൻ വളരെ വാല്യബിൾ ആയ സെഷൻ ആയിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെയുള്ള ഓരോരോ ക്ലാസ്സുകളും നമുക്ക് കിട്ടുന്ന സമയത്ത് അത് വേണ്ട വിധം പരിഗണിക്കാതെ നമ്മുടെ ടീമിലേക്ക് അത് നല്ലവണ്ണം പ്രൊമോട്ട് ചെയ്യാതെ നമ്മൾ മാത്രം കേട്ടത് കൊണ്ട് സാധ്യമല്ല. മാക്സിമം ആളുകളെ നമ്മൾ ഹൈഫ്ലേസ് മീറ്റിംഗിൽ പങ്കെടുപ്പിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊരു ശീലമാക്കി മാറ്റാൻ സാധിക്കണം. ഒരു 10 പ്രാവശ്യം നമ്മൾ അവരെ വിളിച്ച് നിർബന്ധിച്ച് ഇതിൽ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കത് ശീലമായിട്ട് മാറും. ഓരോരോ ശീലങ്ങളുമാണ് നമുക്ക് വരുമാനം കൊണ്ട് തരുന്നത്, ഓരോരോ ശീലങ്ങളാണ് നമുക്ക് ആരോഗ്യം തരുന്നത്. അതുപോലെ തന്നെ ശീലങ്ങൾ മാറ്റാൻ സാധിച്ചാൽ നമുക്ക് ഏത് വിഷയത്തിലും വിജയിക്കാൻ പറ്റും. അതുകൊണ്ട് ഹൈഫ്ലേസ് മീറ്റിംഗും അതുപോലെ തന്നെ ഇതിന്റെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക എന്നുള്ള ശീലങ്ങളും നമ്മൾ മാറ്റിയെടുക്കണം. അതാണ് ആദ്യമായി ഒരു ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യേണ്ടത്. ശീലങ്ങൾ മാറ്റാൻ സാധിക്കണം. ആ ശീലങ്ങളാണ് നമുക്ക് വരുമാനം കൊണ്ട് തരുന്നത്. ഇന്ന് നമ്മൾ 10 ആളെ കയറ്റുന്ന ഒരു ലീഡർ ആയി കഴിഞ്ഞാൽ നമ്മുടെ താഴെ 10 ആൾ കയറ്റുന്ന ലീഡറെ സൃഷ്ടിക്കുന്ന സമയത്ത് ഈ 100 ആളുകൾ നമ്മുടെ ടീമായിട്ട് മാറും. അങ്ങനെ നമുക്ക് ഈ ഹൈഫ്ലേസ് മീറ്റിംഗും അതുപോലെ തന്നെ റീഗനേറ്റീവ് എന്ന മീറ്റിംഗും നമ്മളെ NDOകളും BOPകളും GTS ഒക്കെ നമ്മുടെ ടീമുകൾ പങ്കെടുക്കുന്ന, ഒരുപാട് ടീമുകളെ പങ്കെടുപ്പിക്കുന്ന ലീഡറുള്ള ഒരു ലീഡറായിട്ട് നമ്മൾ മാറണമെങ്കിൽ ആദ്യം നമ്മുടെ ശീലം മാറ്റണം. അതുകൊണ്ട് തന്നെ ഹൈഫ്ലേസ് മീറ്റിംഗ് എല്ലാവരും നമ്മുടെ ടീമിൽ നിന്ന് പങ്കെടുക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങളൊക്കെ നമ്മളെ ലെഡ്ജർ ബുക്കിൽ എഴുതിക്കൊണ്ട് പങ്കെടുത്തവരെ ഹാജരിട്ടുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഈ ഹൈഫ്ലേസ് മീറ്റിംഗ് ഉപകാരപ്പെടുത്തുന്ന ഒരു ക്ലാസ് ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഹൈഫ്ലേസ് മീറ്റിംഗ് നല്ലവണ്ണം പ്രൊമോട്ട് ചെയ്യണം. അപ്പോഴാണ് ഈ ബിസിനസ് എന്താണ്, ഈ ബിസിനസിന്റെ സാധ്യതകളും ഈ ബിസിനസ്സിന് ഗവൺമെന്റ് എത്രത്തോളമാണ് ഇതിന് വില നൽകിയതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ സെഷനിൽ സംസാരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് നമുക്ക് ഈ ബിസിനസ് ചെയ്താലുള്ള നേട്ടങ്ങളെ കുറിച്ചാണ്. അപ്പോഴേ നമുക്ക് ഇതിന് പ്രയോറിറ്റി കൊടുക്കാൻ സാധിക്കുള്ളൂ. ഈ ബിസിനസ് ചെയ്താൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്, എല്ലാം കൂടിയും പറയാൻ ഇപ്പോൾ സമയമില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് ഈ ബിസിനസ് ഏറ്റെടുത്താൽ നമുക്ക് നമ്മളെ പോസിറ്റീവ് തിങ്കിങ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതായത് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. നമുക്ക് നല്ല പോസിറ്റീവ് ആയ ഒരുപാട് ആളുകളുമായി നമുക്ക് ഓർഗനൈസേഷൻ അഥവാ ഒരു സംഘടനയുടെ ഭാഗമായി സക്സസ്ബറി ഗ്ലോബൽ എന്ന നമ്മുടെ ഓർഗനൈസേഷൻ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തയിലൂടെ നമുക്ക് വളരാൻ സാധിക്കും. ഒരുപാട് പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളുമായി കൂട്ടുകൂടാനും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തമ്മിൽ കാണുന്ന സമയത്തും അതുപോലെ ലീഡേഴ്സ് തമ്മിൽ കാണുന്ന സമയത്തൊക്കെ നമുക്ക് എങ്ങനെ വിജയിക്കാം, എങ്ങനെ നമുക്ക് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കാം, നമുക്ക് ആരെ അടുത്ത ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാം, ആർക്ക് നമുക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന, അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ലീഡേഴ്സിനെ നമുക്ക് കൂട്ടുകൂടാൻ കിട്ടും. അതാണ് ഇതിൽ ഒന്നാമത്തെ നേട്ടം, പവർ ഓഫ് തിങ്കിങ്, പോസിറ്റീവ് തിങ്കിങ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ നല്ല നല്ല പോസിറ്റീവ് ഉദ്ദേശമുള്ള പോസിറ്റീവ് തിങ്ക് വിജയിക്കണമെന്ന് തീരുമാനമെടുത്ത ഒരുപാട് ആളുകളുമായി നമുക്ക് കൂട്ടുകൂടാൻ സാധിക്കും. അതിന്റെ ഒരു വേദിയാണ് സക്സസ്ബറി ഗ്ലോബൽ എന്ന നമ്മുടെ ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പരാജയപ്പെടാൻ ഇതിൽ സാധ്യമല്ല. ഇതിൽ പരാജയപ്പെടണമെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വിളിക്കുന്ന സമയത്ത് എടുക്കാതിരിക്കണം, അല്ലെങ്കിൽ ഈ സംഘടനയുമായി ബന്ധം ഒഴിവാക്കണം. ഈ സംഘടനയുമായി ബന്ധമുള്ള എല്ലാവർക്കും നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ നേട്ടം. രണ്ടാമത്തേതായിട്ട് നമ്മുടെ ഈ ബിസിനസ് പ്രത്യേകത മറ്റുള്ള ബിസിനസ്സുകളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ നോ കോമ്പറ്റീഷൻ. അതായത് ഏതൊരു ബിസിനസ്സും തമ്മിൽ മത്സരമാണ്. ഒരു തുണിഷോപ്പ് നമ്മൾ ഒരു അങ്ങാടിയിൽ തുടങ്ങുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ വേറെ തുണിഷോപ്പ് വരുന്ന സമയത്ത് കച്ചവടം പകുതിയാകും. എന്നാൽ നമ്മുടെ ടീമിൽ ഒരുപാട് കച്ചവടം ചെയ്യുന്ന ഷോപ്പുകളെ നമ്മൾ സൃഷ്ടിക്കുകയാണ്. ആ ഷോപ്പുകളൊക്കെ നല്ല രീതിയിൽ വിജയിച്ചാലാണ് നമുക്കും വിജയം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ മത്സരമില്ല. ഒരു സാധനം ചെയ്യുമ്പോൾ മറ്റൊന്നിന് വളമാകും എന്നാണ് തിയറി പറയുന്നത്. എന്നാൽ നമ്മുടെ ഈ ബിസിനസ്സിൽ ഒരിക്കലും അങ്ങനെ ഒന്നുമില്ല. ഒരു ബിസിനസ് വരികയാണെങ്കിൽ അത് എത്രത്തോളം വിജയിപ്പിക്കാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യും, അതിനുവേണ്ടി നമ്മൾ ഉറക്കമൊഴിച്ച് വർക്ക് ചെയ്യും. അപ്പോഴാണ് നമ്മൾ വിജയിക്കുകയുള്ളൂ.
നമ്മളെ കൂടെ വന്ന ആളുകൾക്ക് 1000-ഓ 10,000-ഓ ഉണ്ടാക്കി കൊടുത്താലാണ് നമുക്ക് അതിന്റെ വിഹിതം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ കോമ്പറ്റീഷൻ ഇല്ല, മത്സരമില്ല. ഏതൊരു സമയത്തും നമ്മുടെ കൂടെ വന്ന ആളുകളെ കൂടപ്പിറപ്പായി കണ്ട് അവർക്ക് വേണ്ടി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഊണം ഉറക്കില്ലാത്ത വർക്ക് ചെയ്യുന്ന ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ സക്സസ് ബറിക്കുണ്ട്. ആ ലീഡേഴ്സ് ആണ് നമുക്കിതിൽ ഏറ്റവും അഭിനന്ദിക്കാനുള്ളത്. ഒരുപാട് ബെറി സ്റ്റാറുകളും ബെറി ഡബിൾ സ്റ്റാറുകളും ഫാസ്റ്റ് ട്രാക്കറുകളും അതുപോലെ TC, ATC, DTC, ZTC, STC, RTC, NTC തുടങ്ങിയ ITC വരെ, അതുപോലെ തന്നെ ഒരുപാട് ലീഡേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി നമുക്കിതിൽ വിജയിക്കാനും വർക്ക് ചെയ്യാനും പറ്റും. അതിൽ മത്സരമില്ല. നമ്മളെ കൂടെ വന്ന ആളുകളെ വിജയിപ്പിച്ചാലാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ മൂന്നാമതായിക്കൊണ്ട് നമുക്കിതിൽ ഒരു നേട്ടമുള്ളത്, നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് അതേ ലെവലിൽ എന്നും കൂലിപ്പണിക്കാരും അതുപോലെ തന്നെ ഒരു എംപ്ലോയി ആയി മാറുന്നതിന് പകരം നമുക്കിൽ നേടിയെടുക്കാനുള്ള സ്വപ്നങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യാനും ആ ലക്ഷ്യത്തിൽ എത്താനുള്ള പ്രവർത്തനങ്ങൾക്കും വേണ്ടി നമുക്ക് സ്വപ്നം കാണാനും സ്വപ്നം കാട്ടിത്തരാനുമുള്ള ഒരുപാട് ഈ ലീഡേഴ്സ് നമ്മുടെ സക്സസ് ബറിക്കുണ്ട്. അതാണ് മറ്റൊരു പ്രത്യേകത. അതായത് ഒരു സ്വപ്നമില്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കൂല. അതായത് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളല്ല നമ്മുടെ സ്വപ്നം. ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ആ സ്വപ്നങ്ങൾ എന്താണ് എന്നും അത് സ്വപ്നങ്ങൾ എങ്ങനെയാണ് എഴുതി വെക്കേണ്ടത് എന്നും അതിന് ഡേറ്റ് ഇട്ടുകൊണ്ട് എഴുതി വെച്ച ഒരുപാട് സ്വപ്നങ്ങളിലേക്ക് നമ്മളെ എത്തിക്കാനും ആ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ക്ലാസ്സുകളും അതുപോലെ ട്രെയിനിങ്ങുകളും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതും ഈ സക്സസ് ബറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനിൽ വന്ന നമ്മുടെ ഒരു പ്രത്യേകതയാണ്. ആ സ്വപ്നങ്ങളൊക്കെ നേടിത്തരാനും അതുപോലെ തന്നെ നമ്മൾ ഗോളുകളും സ്വപ്നങ്ങളൊക്കെ എഴുതി വെക്കാനൊക്കെ ഉള്ള ഒരു അവസരം നമ്മളെ NDOകളിലും അതുപോലെ തന്നെ മറ്റുള്ള മീറ്റിങ്ങുകളിലും ഒക്കെ GTSലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നത് നമ്മുടെ ഈ സംഘടനയിൽ വന്നത് കൊണ്ട് മാത്രമാണ്. മറ്റുള്ള ഒരു മേഖലകളിലും ഇങ്ങനത്തെ ഒരു സ്വപ്നങ്ങളോ അല്ലെങ്കിൽ ഡ്രീം അതുപോലെ തന്നെ ഗോളുകളോ എഴുതി വെക്കണമെന്ന് പറയാനോ ഉള്ള ആളുകൾ ഉണ്ടാവൂല. അവർ അവരുടേതായ കാര്യത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുമെന്നല്ലാതെ ഞാൻ വിജയിക്കണം, അതിൽ ഒരാൾ പരാജയപ്പെട്ടാലും വേണ്ടില്ല എന്ന ചിന്ത അത് നമ്മുടെ ഈ ബിസിനസ്സിലും നമ്മുടെ ഓർഗനൈസേഷനിലും ഉണ്ടാവൂല. അതൊരു പ്രത്യേകതയാണ്. കൂടെ വന്ന ആളുകളെ ലിസ്റ്റ് ഇട്ടുകൊണ്ട് അവരുടെ ലിസ്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്കും വരുമാനം ഉണ്ടാകും, അതിലൂടെ നമുക്കും ഉയരാൻ സാധിക്കും. എന്റെ താഴെ ഒരു TC വരുമ്പോഴാണ് ഞാൻ ATC ആകുന്നത്, ഒരു ATC വരുമ്പോഴാണ് ഞാൻ DTC ആകുന്നത്, രണ്ടു ഭാഗത്തും ഓരോരോ DTCകൾ വരുമ്പോഴാണ് നമ്മൾ ZTC ആകുന്നത്. ഓരോരോ റാങ്കുകളും ഓരോ വരുമാനങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താഴെ ഒരുപാട് റാങ്കുകൾ സൃഷ്ടിക്കുന്ന ഒരു ഫാക്ടറി ആയിട്ട് നമുക്ക് ഇതിലൂടെ മാറാൻ സാധിക്കും. ഒരുപാട് ആളുകൾക്ക് സ്വപ്നമില്ലാതെ നെട്ടോട്ടം ഓടുന്ന ആളുകൾക്ക് സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങൾ എഴുതി വെക്കാനും അതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനും അതിനുവേണ്ടി സഹായിക്കാനുമുള്ള ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. അതിൽ ഏറ്റവും ഒരു തെളിവ് തന്നെയാണ് ഞാൻ ഒരു മദ്രസ അധ്യാപകനായി ജീവിതം അവസാനിപ്പിക്കേണ്ട സമയത്ത് ഈ ബിസിനസ് ഏറ്റെടുക്കുകയും അതിലൂടെ സ്വപ്നങ്ങൾ എഴുതി വെക്കാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ് ഒരുപാട് ലീഡേഴ്സ് നിർബന്ധിച്ചപ്പോൾ ഒരു സ്വപ്നങ്ങൾ ഓരോന്നായി എഴുതി വെക്കുകയും അതിൽ ഒരുപാട് സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യുകയും പ്രധാനമായിട്ടും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന എന്നെ കൊണ്ട് ഒരു കാറ് വാങ്ങുക എന്ന് പറയാൻ പോലും സാധിക്കാത്ത സമയത്ത്, അതിനുള്ള കാശൊന്നും കയ്യിൽ ഉണ്ടാകാത്ത സമയത്ത് തന്നെ സ്വപ്നത്തിലേക്ക് എന്നെ എഴുതി വെക്കാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ എഴുതി വെച്ചതിൽ കൂടെ നേടിയെടുത്ത ഒരു സ്വപ്നമാണ് ഞാൻ സഞ്ചരിക്കുന്ന എന്റെ ഒരു പുതിയ 4-വീലർ. ഇൻഷാ അല്ലാഹ് അടുത്ത വാഹനത്തിലേക്കും അതുപോലെ തന്നെ ജീവിത ശൈലിയിലേക്കും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതൊക്കെ ഈ സ്വപ്നങ്ങളൊക്കെ നമുക്ക് നേടാനും അത് അച്ചീവ് ചെയ്യാനൊക്കെ കാരണക്കാരനായത് നമ്മുടെ ഈ സക്സസ് ബറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനും അതിന്റെ ലീഡേഴ്സുമാണ്. അതുകൊണ്ട് അവർക്കൊക്കെ ഈ സമയത്ത് ഞാൻ നന്ദി പറയുകയാണ്. മറ്റൊന്ന് പറയാനുള്ളത്, ഇതുവരെ നമ്മൾ ഒറ്റക്കായിരുന്നു. ഓരോരോ ബിസിനസ്സിലാണെങ്കിലും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഇനി എംപ്ലോയി ആണെങ്കിലും ഒക്കെ നമ്മൾ ഒറ്റക്കാണ്. എന്നാൽ ഈ ബിസിനസിന്റെ പ്രത്യേകത, ഈ സംഘടനയുടെ പ്രത്യേകത, നമ്മൾ ഒറ്റക്കല്ല, ഒരു കൂട്ടമായ പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ മുന്നേറുന്നത്. ഓരോരോ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനും ഗോളുകളൊക്കെ എഴുതി വെക്കാനും ഇന്ന സമയത്ത് ഇന്ന ഗോള് നേടണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനും ഒരുപാട് കൂട്ടമായ പ്രവർത്തനത്തിലൂടെയാണ് സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലൂടെ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനൊരു ടീം പ്ലെയർ ആയിട്ട് നമ്മൾ മാറിയാൽ മതി.
ടീമിൽ എല്ലാവരുമായി നല്ലവണ്ണം കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ടീമിന്റെ കാര്യങ്ങൾ എന്റെ തൊട്ട് തുടങ്ങുന്ന ടീമൊക്കെ എന്റേതാണെന്ന ബോധ്യം ആദ്യം വേണം. അപ്പോഴാണ് നമുക്ക് ഇത് വിജയിക്കാൻ സാധിക്കുള്ളൂ. എന്റെ ഓർഗ് 1 ഓർഗ് 2 എന്റേതാണ്. ഇന്ന് ജോയിൻ ചെയ്ത ആളുകൾ വരെ അവർക്ക് വരെ സ്വപ്നങ്ങൾ എഴുതി വെക്കാനും ആ സ്വപ്നങ്ങൾ നിങ്ങൾ ഒറ്റക്കല്ല അച്ചീവ് ചെയ്യുന്നത്, നമ്മളെ കൂട്ടായ്മയുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാമെന്ന ഒരു ഉറപ്പ് അവർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ടീമിൽ നമ്മൾ വർക്കെടുക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ കഴിവും അതുപോലെ തന്നെ അറിവും സമയവും ഒക്കെ നമുക്ക് കിട്ടും. അതിലൂടെ ഒരുപാട് ആളുകൾ വിജയിക്കുന്ന സമയത്ത് ആ കൂട്ടമായ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന നമ്മുടെ ഓർഗനൈസേഷന് വലിയതായ സ്വപ്നങ്ങളും അതുപോലെ തന്നെ ഗോളുകളും ഉണ്ട്. ആ സ്വപ്നങ്ങൾ മനോജ് സാറ് കൈപിടിച്ചുയർത്തുന്ന സമയത്ത് ആരൊക്കെ ഈ ടീമിലുണ്ടോ അവർക്കൊക്കെ വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ടീമിന്റെ ശക്തിയാണ്, ഒറ്റക്കല്ല. ഒരു ഈർക്കിളി നമ്മൾ പൊട്ടിക്കുകയാണെങ്കിൽ പൊട്ടിക്കും. അതായത് ഈർക്കിളി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന തെങ്ങിന്റെ ഓലന്റെ നടുക്ക് വരുന്ന സാധനം, അത് ഒന്നാണെങ്കിൽ നമുക്ക് പൊട്ടിക്കാൻ സാധിക്കും. എന്നാൽ 100 കണക്കിന് ഈർക്കിളികൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കെട്ടിവെക്കുന്ന സമയത്ത് അത് ഒടിച്ചാൽ ഒരാളോട് പൊട്ടിക്കാൻ സാധിക്കൂല. അതുകൊണ്ട് തന്നെ ഇതിൽ തകർക്കാൻ ഒരാൾക്കും സാധിക്കൂല. കൂട്ടായ്മ വേണം, ഒറ്റക്കൊറ്റക്കാകരുത്. ഒറ്റയിട്ടവനെ ചെന്നായി പിടിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഈ ഓർഗനൈസേഷൻ ഒറ്റക്കെട്ടായി ഒരേ ചിന്തയോടെ ഒരേ ഫോക്കസോടെ കൂടി വർക്ക് ചെയ്യുന്ന ആരൊക്കെ നമ്മുടെ ടീമിലുണ്ടോ അവർക്കൊക്കെ ഇതിൽ വിജയിക്കാൻ സാധിക്കും. ആരെങ്കിലും ഈ കൂട്ടായ്മയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ ഞാനാണ് സിസ്റ്റം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് ഒരു അഹങ്കാരത്തോടു കൂടി ആരൊക്കെ മാറി നിൽക്കുന്നുണ്ടോ അവർക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കൂല. അവരെ ചെന്നായി പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഒരേ ഫോക്കസോട് കൂടി ഒരേ ലക്ഷ്യത്തോടു കൂടി നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ സക്സസ് ബ്രേക്ക് ഗ്ലോബലിന്റെ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതായത് 100 കണക്കിന് ആളുകളെ, ലക്ഷക്കണക്കിന് വരുമാനമുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് സക്സസ് ബ്രേക്ക് ഗ്ലോബൽ. ഇതിൽ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ നമുക്ക് ലക്ഷക്കണക്കിന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ചെറിയ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന എന്നെ പോലെ ആളുകളുടെ അക്കൗണ്ടിലേക്ക് ആഴ്ച വരുമാനം 30,000 വരെ എത്തിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ 30,000ത്തിന്റെ അടുത്ത് തന്നെ ഒരു പൂജവും അതിന്റെ അപ്പുറത്ത് വേറെ പൂജവും ഒക്കെ ചെയ്യിക്കാൻ വേണ്ടി ഇതേ പണി തന്നെ ചെയ്താൽ മതി. അതാണ് സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ ഈ ഓർഗനൈസേഷൻ എന്തൊക്കെ പറയുന്നുണ്ടോ നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറ് എങ്ങോട്ടാണോ നമ്മൾ ക്ഷണിക്കുന്നത് അവിടെ നമ്മൾ എത്തുക. അതുപോലെ തന്നെ എന്താണോ പറയുന്നത് ആ കാര്യങ്ങളൊക്കെ 100% ചോദ്യം ചെയ്യാതെ സംശയം പ്രകടിപ്പിക്കാതെ രൂപത്തിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന സമയത്ത് അവിടെ പച്ചക്കൊടി വീശുന്ന സമയത്ത് നമുക്കും ഇതിൽ വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, വീണ്ടും വീണ്ടും പറയാനുള്ളത്, നമ്മുടെ ഓർഗനൈസേഷന്റെ കൈവിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതും ഈ ബിസിനസിന്റെയും നമ്മുടെ സക്സസ് ബ്രേക്ക് ഗ്ലോബലിന്റെയും ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, സക്സസ് എന്ന വാക്കിനോട് നമുക്ക് നീതി പുലർത്താൻ സാധിക്കും. അതായത് വിജയിക്കുക. വിജയം എന്നത് നമുക്ക് ഉറപ്പാണ്, പരാജയം എന്നുള്ളത് നമ്മിൽ ഉണ്ടാവുകയില്ല. കാരണം നമുക്ക് ഉൽപ്പന്നം വാങ്ങുന്ന സമയത്ത് തന്നെ അന്ന് തൊട്ട് തന്നെ നമ്മൾ വിജയം സ്റ്റാർട്ട് ചെയ്തു. 1000 രൂപക്ക് ഉൽപ്പന്നം വാങ്ങുന്ന ആൾക്ക് 1300, 1400 രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കയ്യിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പരാജയമില്ല. പിന്നെ നമ്മൾ ഇതിൽ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ എന്തൊക്കെ കാര്യങ്ങളാണോ പറയുന്നത് അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സക്സസിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. അതായത് നമ്മൾ വിജയിക്കുക എന്നുള്ളത് നമ്മൾ ഒരുപാട് കാലങ്ങളിലൂടെ നേടിയെടുക്കേണ്ട കാര്യമാണ്. ഇന്ന് വന്ന് നാളെ തന്നെ വിജയിക്കുമെന്ന ഗ്യാരണ്ടിയോ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഇതിനു വേണ്ട ചില കാര്യങ്ങൾ, അതായത് 2 to 5 വർഷം ആരൊക്കെയാണ് സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ പറയുന്ന രൂപത്തിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ആ ലീഡേഴ്സ് പറയുന്നതാണ്. നമ്മുടെ ബെറിസ്റ്റാർ ലീഡർ വരെ പറയുന്നത് സക്സസ് ബ്രേക്ക് ഗ്ലോബലിന്റെ ഫൗണ്ടറായ മനോജ് സാർ പറയുന്ന കാര്യങ്ങളാണ്. അത് സ്റ്റെപ്പ് ആയിക്കൊണ്ട് നമ്മുടെ ITC മനോജ് സാറ് NTC ലീഡേഴ്സിനോട് പറയും. NTC ലീഡേഴ്സ് അതിന്റെ താഴെയുള്ള RTC ലീഡേഴ്സിനോടും അതിന്റെ താഴെ ഓരോരോ STC അതുപോലെ തന്നെ ZTC തുടങ്ങിയ ബെറിസ്റ്റാർ വരെയുള്ള ഓരോ ലീഡേഴ്സിനോടും പറയുന്നത് മനോജ് സാറിന്റെ വാക്കുകളാണ്. അത് ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ അതുകൊണ്ട് തന്നെ മനോജ് സാർ വിജയിക്കുന്ന സമയത്ത് ആ കൂട്ടമായ വിജയത്തിൽ നമുക്കും ഇതിൽ വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ പരാജയപ്പെടുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവുകയില്ല. 100% വിജയിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോകാതിരുന്നാൽ മതി. അതാണ് ഇതിൽ ഒന്നാമത്തെ ക്വാളിറ്റി നമ്മൾ ചെയ്യേണ്ടത്.
വിളിക്കുന്ന സമയത്ത് വിളിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് പോകണം. പിന്നെ എന്നും നടക്കുന്ന പ്രോഗ്രാമുകളിലേക്ക് വിളിക്കാതെ തന്നെ നമ്മൾ എത്തണം. അത് തന്നെ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരത്തെ എത്തുന്ന, നമ്മൾ വിളിക്കാതെ നേരത്തെ എത്തുന്ന ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ താഴെ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു ടീമായിട്ട് നമുക്ക് മാറാൻ സാധിച്ചാൽ നമുക്കിതിൽ ഒരിക്കലും പരാജയം എന്ന സംഗതി ഉണ്ടാവുകയില്ല. സക്സസ് എന്ന വാക്കിനോട് നമുക്ക് നീതി പുലർത്താൻ സാധിക്കും. മറ്റൊന്ന് പറയാനുള്ളത്, ഈ ബിസിനസ്സിലൂടെ നമുക്ക് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരുപാട് സ്കില്ലുകൾ, ഒന്നല്ല, മറ്റുള്ള മേഖലകളിൽ ഒരു കച്ചവടം ചെയ്യുന്ന സമയത്ത് ആ സ്കില്ല് മാത്രമേ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ഈ ബിസിനസ് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനിലൂടെ നമുക്ക് ഒരുപാട് സ്കില്ലുകൾ, ഇപ്പോ ഞാനൊരു മദ്രസ അധ്യാപകനായിരുന്നു, എനിക്കൊരു മുട്ടുസൂചി വിറ്റ് പോലും പരിചയമില്ല. പക്ഷെ ഇതിലൂടെ ഒരു വിൽപ്പനക്കാരന എന്ന സ്കില്ല് വർദ്ധിപ്പിച്ചുകൊണ്ട് 1 കോടിയുടെ മേലെ ബിസിനസ് എന്റെ ടീമിലൂടെ ചെയ്യാൻ ഈ ബിസിനസ്സിലൂടെ എനിക്ക് സാധിച്ചെങ്കിൽ അതാണ് നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ്. ഈ ബിസിനസ്സിലൂടെ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന നമ്മുടെ ഓർഗനൈസേഷനിലൂടെ നമുക്ക് ഒരുപാട് സ്കില്ലുകൾ, സംസാരിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ ലീഡർഷിപ്പിനുള്ള കഴിവ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സ്കില്ല്, അതുപോലെ തന്നെ പിന്നെ ഒരുപാട് സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും വലിയൊരു ലീഡറായി മാറാനും നമുക്ക് സാധിക്കും. അതൊക്കെ കിട്ടണമെങ്കിൽ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന നമ്മുടെ ഓർഗനൈസേഷന്റെ പവറാണ്. അത് ഒറ്റയ്ക്കുള്ള ഒരു പവറല്ല. ഞാൻ വിചാരിച്ചാൽ സാധിക്കൂല. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഏത് മേഖലകളിലും ഇങ്ങനെയുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കൂല. എന്നാൽ സക്സസ് ബ്രേക്ക് ഗ്ലോബലിന്റെ കൈപിടിച്ചത് കൊണ്ട് എന്നെ രാവിലെ ഹൈപ്ലേസ് മീറ്റിംഗ് എടുക്കുന്ന ഒരു ലീഡറാക്കി മാറ്റാനും, അതുപോലെ തന്നെ എത്ര ആളുകൾ ഉണ്ടെങ്കിലും വിറക്കാതെ, മുട്ടുവിറക്കാതെ അവരുടെ മുന്നിൽ സംസാരിക്കുന്ന ഒരു ലീഡറാക്കി മാറ്റാനും സാധിച്ചത് സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന നമ്മുടെ ഓർഗനൈസേഷന്റെ പവറാണ്. ഇങ്ങനെയുള്ള നേട്ടങ്ങളിലൂടെ നമുക്ക് ഉയരാൻ സാധിക്കും. അത് ഇന്ന് വന്ന ബെറിസ്റ്റാർ മുതൽ, ബെറിസ്റ്റാർ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ മുതൽ തന്നെ അവർക്ക് വേണ്ട സംസാരിക്കാനുള്ള സ്കില്ലും ഒരുപാട് ആളുകളെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുമുള്ള ലീഡറാക്കി മാറ്റാൻ നമ്മുടെ സക്സസ് ബ്രേക്ക് സാധിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഞാനും അതുപോലെ തന്നെ ഒരുപാട് ലീഡേഴ്സും. മറ്റൊന്ന്, നമുക്ക് ഈ ബിസിനസ്സിലൂടെ നമ്മുടെ സ്കൂൾ ജീവിതകാലത്ത് ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ സ്വപ്നങ്ങളിലല്ല ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. പല ആളുകളുടെയും സ്വപ്നത്തിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ ആ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ 2 കൊല്ലം മുതൽ 5 കൊല്ലം സീരിയസ് ആയി ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, ആ സ്കൂൾ കാലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ആ ജീവിതത്തിലേക്ക് മാറാൻ നമ്മുടെ വീടാണെങ്കിലും നമ്മുടെ വാഹനമാണെങ്കിലും ഏതൊരു വിഷയമാണെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ ഈ ബിസിനസ്സിലൂടെ നമുക്ക് സാധിക്കും. അതാണ് മറ്റൊരു കാര്യം. അതിന് സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന നമ്മുടെ ഓർഗനൈസേഷൻ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന്, സാമ്പത്തിക ഫ്രീഡം, ടൈം ഫ്രീഡം തുടങ്ങിയ ഒരുപാട് ഫ്രീഡങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. അതായത് ഞാൻ മുമ്പുള്ള ജീവിതകാലത്ത് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഒരു മദ്രസ ഉസ്താദായിരുന്ന സമയത്ത് തന്നെ 10 മണി കഴിഞ്ഞാൽ മദ്രസ വിടും, പിന്നെ ഫ്രീ ആണല്ലോ. ഈ സമയത്ത് ഇലക്ട്രോണിക്സിന്റെ വർക്ക് പഠിച്ചുകൊണ്ട് ഞാൻ വർഷങ്ങളോളം ഇലക്ട്രോണിക്സിന്റെ വർക്ക്, TV, റേഡിയോ, ഈ മിക്സി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ റിപ്പയർ ചെയ്യുന്ന ഒരാളായിരുന്നു 10 മണിക്ക് ശേഷം. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ കരാട്ട ക്ലാസ് എന്റെ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടി എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊന്നത് ഇതിലൂടെ വരുമാനം വാങ്ങാനും പറ്റും, അതുകൊണ്ട് ഇതിന്റെ ടെസ്റ്റിനും കാര്യത്തിനും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വരുമാനം വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടി ഞാൻ ഫീസൊക്കെ അടച്ചു. അതിൽ ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് സ്കൂളിൽ വരെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതും ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിലൂടെ വരുമാനം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തെങ്ങുമ്മ കയറാനും പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്തിരുന്ന സമയത്തൊന്നും കിട്ടാത്ത സന്തോഷം ഇതിലൂടെ നമുക്ക് കിട്ടി. അത് സാമ്പത്തികമാണെങ്കിലും ഇന്ന് നമ്മൾ പണിക്ക് പോയാൽ നാളെ പണിക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മൾ കടക്കാരനായി മാറും. അതേ രൂപത്തിലായിരുന്നു എന്റെ ജീവിതം. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എന്റെ താഴെ 100 കണക്കിന് ആളുകൾ അവരുടെ വരുമാനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് ലീഡേഴ്സിനെ ഈ ടീമിലൂടെ നമ്മുടെ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന്റെ സപ്പോർട്ടോട് കൂടി ഈ സിസ്റ്റമായി കണക്ട് ചെയ്തത് കൊണ്ട് ഒരുപാട് ആളുകൾ വരുമാനത്തിന് വേണ്ടി ഉറക്കമൊഴിച്ചുകൊണ്ട് ഊണും ഉറക്കവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് വരെ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഗ്രേറ്റ് ലീഡേഴ്സിനെ സൃഷ്ടിച്ചെടുക്കാൻ ഈ സക്സസ് ബ്രേക്ക് ഗ്ലോബലിനും അതുപോലെ തന്നെ എന്റെ ടീമിനും സാധിച്ചു. അതുകൊണ്ട് തന്നെ അന്നത്തെ ടെൻഷനോ, അപ്പൊ ഞാന് തെങ്ങുമ്മ കയറിയിട്ടില്ലെങ്കിൽ അന്ന് പട്ടിണിയാകും. എനിക്ക് എന്തെങ്കിലും അസുഖം വരെ അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരികയാണെങ്കിൽ ഞാൻ കടത്തിലേക്ക് പോകും. അതുപോലെ തന്നെ ഞാൻ മരണപ്പെട്ട വരെ ഇന്ന് ഈ ടീമുകൾ വെറുതെ ഇരിക്കില്ല. അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വരുമാനം, നമ്മുടെ നോമിനേഷൻ ഫെസിലിറ്റി ഇതിൽ ഉള്ളത് കൊണ്ട് തന്നെ
എൻ്റെ വൈഫിന് കിട്ടും. അതിനുശേഷം തലമുറകളോളം വരുമാനം നേടിയെടുക്കാനും നമ്മളെ ഫാമിലിക്ക് വേണ്ടി ഒരു ടെൻഷനും ആകാത്ത രൂപത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ ഈ ബിസിനസ്സിനും അതുപോലെ സക്സസ് ബ്രേക്ക് ഗ്ലോബലിനും സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ ബിസിനസിന്റെ പ്രത്യേകതയാണ്. മറ്റുള്ള ബിസിനസ്സുകളൊക്കെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഓരോരോ ബിസിനസ്സും താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടങ്ങുന്ന സമയത്ത് നല്ല എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോ പിന്നെ എ സി ഓണാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. കാരണം വാടക കൊടുക്കാനുള്ള വരുമാനത്തിന് അവിടുന്ന് കിട്ടുന്നുണ്ടാകുന്നില്ല. അതുപോലെ തന്നെ കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് അതിന്റെ മുകളിൽ ഒരു ബോർഡ് കൂടി വരും, വിറ്റഴിക്കൽ, കാലിയാക്കൽ, കട കാലിയാക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ അവിടെ വേറൊരു ബോർഡ് വരും, 50% ഡിസ്കൗണ്ട്. ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലേക്കാണ് എല്ലാ മേഖലകളും തകർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നാൽ നമ്മുടെ ബിസിനസ് 400% ഇതിന്റെ വളർച്ച. ഞാൻ പറയുന്നത് 400 അല്ല എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ടീമില് ഒരു 100 ആള് വരുന്ന സമയത്ത് ഓരോരുത്തർക്കും 10 വീതം വിജയസാധ്യത ആണെങ്കിൽ നമ്മുടെ ഈ വിജയസാധ്യത എത്രത്തോളം ഉയരുമെന്ന് നമ്മൾ കണക്കാക്കണം. അതുകൊണ്ട് തന്നെ ഇതിൽ ടീമിന്റെ വിജയമാണ്. ആ ടീം വിജയിക്കുന്ന സമയത്ത് നമുക്കൊക്കെ വിജയിക്കാൻ സാധിക്കുന്ന മേഖലയിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ബിസിനസ്സും മറ്റുള്ള ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന രൂപത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അതൊന്നും ഇതിലില്ല. വിറ്റഴിക്കലോ കാലിയാക്കലോ ഒന്നുമില്ല. നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ അതേ വിലക്ക് തന്നെ വിറ്റാലും കടയിൽ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയോ വിലയോ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കിട്ടിയ ഉൽപ്പന്നങ്ങൾ അത്രത്തോളം ഗ്യാരണ്ടിയുള്ള പ്രൊഡക്റ്റുകളാണ്. ഒരിക്കലും ഇത് വില കുറച്ച് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ വിറ്റഴിക്കൽ കാലിയാക്കൽ നമ്മുടെ ഈ മേഖലയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ലീഡേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി ഈ പ്രസ്ഥാനം വിജയിക്കുന്ന സമയത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക ഫ്രീഡം. അന്ന് കിട്ടുന്നത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യലായിരുന്നു. ഇന്ന് പണിക്ക് പോയിട്ടില്ലെങ്കിൽ ആ കിട്ടിയത് നമ്മൾ എന്താക്കും, ചെലവഴിക്കുന്ന സമയത്ത് നല്ലവണ്ണം ശ്രദ്ധിച്ചുകൊണ്ട് ചെലവഴിക്കും. അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. എല്ലാവരും അയക്കോറയും മറ്റൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും വില കുറഞ്ഞ മീൻ വാങ്ങിയിട്ട് പോരും. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഏതാണോ വാങ്ങേണ്ടത് അത് നമുക്ക് നോക്കാതെ വാങ്ങാൻ പറ്റും. കാരണം നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സാണ്. ആ ബിസിനസിന്റെ അതും ഉയർന്നുകൊണ്ട് വരുന്ന ഇന്ന് വെറി സ്റ്റാർ ആണെങ്കിൽ നാളെ വെറി ഡബിൾ സ്റ്റാർ, ഫാസ്റ്റ് ട്രാക്കർ, ഇങ്ങനെ ഉയർന്ന് വലിയ ലീഡർഷിപ്പിലേക്ക് വരുന്ന ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ട സമയമില്ല. നമുക്ക് എല്ലാവർക്കും നമ്മൾ തോന്നുന്ന രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാനും കാശ് നോക്കാതെ പർച്ചേസ് ചെയ്യാനും നമുക്ക് സാധിക്കും. അത് ഈ ബിസിനസ്സിൽ വന്നത് കൊണ്ടുള്ള ഒരു പ്രത്യേകതയാണ്. എന്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ പിന്നെ ടെൻഷൻ ഇല്ല. അതായത് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇപ്പോ ഒരു തുണിഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ ഇന്നത്തെ സാധനമല്ല നാളെ വരിക. ഈ ഓരോരോ ഓണത്തിനും നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ രീതികൾ മാറും, പേരുകൾ മാറും. ഇന്നത്തെ ചുരിദാർ അല്ല നാളത്തെ ഓണത്തിന് വരിക, അല്ലെങ്കിൽ ഈ അടുത്ത വർഷത്തെ ഓണത്തിന് വേറെ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താക്കും, ഓരോരോ മോഡലുകൾ മാറുന്ന സമയത്തും നമ്മുടെ ഷോപ്പിൽ അത് കൊണ്ടുപോയി വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് താഴെ പോകും. എന്നാൽ നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ല. നമ്മുടെ ഉൽപ്പന്നങ്ങളെ റിസർച്ച് ചെയ്യാൻ വേണ്ടി കമ്പനി തന്നെ ഒരുപാട് സയന്റിസ്റ്റുമാരെ വെച്ചിട്ടുണ്ട്. അവരൊക്കെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് 24 മണിക്കൂറും. അതൊക്കെ നമ്മുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പുതിയ ഉൽപ്പന്നങ്ങളൊക്കെ അവർ തന്നെ പിന്നെ വെക്കുന്നുണ്ടാകും. 1200 ഔട്ട്ലെറ്റുകളിൽ അവർ തന്നെ സ്റ്റോക്ക് കുറഞ്ഞാൽ അവർ തന്നെ സ്റ്റോക്ക് കയറ്റുന്നുണ്ടാകും. അതുപോലെ തന്നെ ഇതിൽ ഡെഡ് സ്റ്റോക്ക് ഇല്ല. എല്ലാ ഉൽപ്പന്നങ്ങളും തുടക്കത്തിൽ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ തന്നെ എന്നും നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ മത്സരമില്ല. അതുപോലെ തന്നെ ഡെഡ് സ്റ്റോക്ക് ഇല്ല. നമുക്ക് നല്ല രീതിയിൽ ഈ ബിസിനസ് ഉയർത്താനും വളർത്താനും കമ്പനിയുടെ സപ്പോർട്ടോട് കൂടി ഒരുപാട് പിന്നെ അനൗൺസ്മെന്റുകൾ നമുക്ക് വന്നു കഴിഞ്ഞു. അതൊക്കെ നമുക്ക് നേടിയെടുക്കാനും വിജയിക്കാനുമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഷോപ്പിലൂടെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഉന്നമനത്തിനായി നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ സാധിക്കും. അതായത് നമ്മളെല്ലാവരും ഉൽപ്പന്നം വാങ്ങുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗ് വഴിയാണെങ്കിൽ അവിടെ GSTയും മറ്റൊക്കെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. നമുക്ക് അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും. എല്ലാത്തിനും നമുക്ക് GST ബില്ലൊന്നും കിട്ടൂല. കിട്ടുന്നത് തന്നെ അവിടൊക്കെ വേറെ ബില്ലൊക്കെ തന്നുകൊണ്ടാണ് നമുക്ക് തരുന്നത്. എന്നാൽ നമ്മുടെ കമ്പനി അങ്ങനെയല്ല. കറക്റ്റ് GST ബില്ലാണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓരോരോ വരുമാനം വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ TDS പിടിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് നമുക്ക് വരുമാനം തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിനായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഇന്ന് ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ടീമിലുള്ള ഓരോരുത്തർക്കും വരുമാനം വരുന്ന സമയത്ത് എന്റെ നാട്ടിലുള്ള ഏറ്റവും വലിയ വരുമാനം വാങ്ങുന്ന ആളുകൾ കൊടുക്കുന്നതിനാട്ടിലും കൂടുതൽ
TDS എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഈ ബിസിനസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു ഉപകാരമാണ്. ഒരുപാട് ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്, ഗവൺമെന്റിനും നല്ലൊരു സപ്പോർട്ടോട് കൂടി നമുക്ക് പിന്തുണ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ഇന്ത്യൻ 100% നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റുകളാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഇന്ത്യൻ കമ്പനി, ഇന്ത്യൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിനും നമ്മൾ സേവനം ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ സേവനം ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന്റെയും പവറാണ്. മറ്റുള്ള ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പല രാജ്യങ്ങളിലും നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളായിരിക്കും നമ്മൾ കച്ചവടം ചെയ്യാൻ. എന്നാൽ 100% നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റുകളാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സ്റ്റേറ്റിനും ഒക്കെ നല്ല ഉപകാരമുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇത് ചെയ്യുന്ന ഒരു സേവനമാണ്, രാജ്യത്തിന് സേവനമാണ്. അതുപോലെ തന്നെ ഒരുപാട് സാധാരണക്കാരായ ആളുകൾക്കും നമ്മൾ ചെയ്യുന്ന ഒരു ചാരിറ്റിയാണ്. ഇപ്പൊ എനിക്ക് തന്നെ ഈ ഉൽപ്പന്നത്തിന്റെ റിസൾട്ട് ആണ് ഞാനിത് ഏറ്റെടുക്കാൻ കാരണം. ഞാൻ ഈ ഉൽപ്പന്നം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു നിത്യരോഗിയായി മരുന്ന് കഴിക്കുന്ന ഒരു മൂലക്കലിരിക്കുന്ന ആളായിട്ട് മാറേണ്ട എനിക്ക് ഈ ഉൽപ്പന്നം കയ്യിൽ കിട്ടിയ അന്ന് മുതൽ ഞാനും എനിക്ക് 4 മക്കളും എന്റെ വൈഫും ഞങ്ങൾ ആരും പിന്നെ ഹോസ്പിറ്റലിലേക്ക് മരുന്നിന് വേണ്ടി പോയിട്ടില്ല. വേറെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി ഒപ്പിടാനൊക്കെ പോയിട്ടുണ്ടെന്നല്ലാതെ മരുന്നിന് വേണ്ടി പോയിട്ടില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. നിത്യവും മരുന്ന് കഴിച്ചുകൊണ്ടല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു ബുക്കായിരുന്നു. അതായത് ഒരു ബുക്ക് അട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൽ സീല് ചെയ്ത് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തെ മരുന്ന് കഴിക്കും. എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. ഈ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയ അന്ന് മുതൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കഴിച്ചത് കാരണം അതൊക്കെ മാറ്റി എടുക്കാനും ഇപ്പൊ എന്റെ ഹോസ്പിറ്റലിലെ 4 ആശാ വർക്കർമാർ എന്റെ ടീമിലുണ്ട്. ഇപ്പൊ ഈ ഹൈഫ്ലൈസി മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് അവിടെ അവരെ ഫയൽ ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കും എന്റെ ഫയലൊക്കെ അവിടെ ഉണ്ടാകും. ഞാൻ എല്ലാ മാസവും മരുന്ന് കഴിച്ചിരുന്ന ആ ഫയൽ അവിടെ ഉണ്ടാകും. അവർക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാലമായിട്ട് ഹോസ്പിറ്റലിൽ പോകാത്ത കുടുംബമാണ് എന്റെ കുടുംബം. എന്റെ കുടുംബം മാത്രമല്ല, ഞാനിത് പരിചയപ്പെടുത്തിയ 100 കണക്കിന് ആളുകൾക്ക് അവർ ഉദ്ദേശിക്കാത്ത രൂപത്തിലുള്ള അമേസിംഗ് റിസൾട്ട് കിട്ടി. ഒരുപാട് ശക്തമായി കുട്ടികളില്ലാത്ത ആളുകൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കിടപ്പിലായ രോഗികൾ, അതൊക്കെ വടിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ വടി ഉപയോഗിക്കാതെ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് റിസൾട്ടുകൾ ഇതിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ഡോക്ടർമാരുള്ള ഒരുപാട് ഫാമിലി എന്റെ ടീമിലുണ്ട്. ആ ഡോക്ടറെ പോലും കാണിക്കാൻ ഈ ഉൽപ്പന്നം കഴിച്ചത് കൊണ്ട് അവർക്ക് പോകേണ്ടി വന്നിട്ടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് റിസൾട്ടുകൾ നമ്മുടെ ഈ ഉൽപ്പന്നത്തിനുണ്ട്. അതാണ് നമ്മളെ കയ്യിൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു ചാരിറ്റിയാണ്. ഒരുപാട് ആളുകളെ രോഗത്തിൽ നിന്ന് മുക്തി നേടിക്കൊണ്ട് ആരോഗ്യം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് സക്സസ് ബ്രേക്ക് ഗ്ലോബലിന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ റീഗ എന്ന ഒരു പ്രൊജക്ട് നമ്മളിലൂടെ ഇട്ടു തന്നത് കൊണ്ട് ഒരുപാട് ആളുകൾ എക്സസൈസ് ശീലമല്ലാത്ത ആളുകൾക്ക് അത് ശീലമാക്കിയെടുക്കാൻ നമ്മുടെ ഈ ഓർഗനൈസേഷനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് റീഗ വീണ്ടും നമ്മൾ ആരംഭിക്കുന്നതാണ്. അത് മനോജ് സാറ് ഒരു ക്ലാസ്സിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ റീഗ നമുക്ക് ഒരിക്കൽ കൂടി ഒരുപാട് ആളുകളിലേക്ക് വ്യായാമം എന്ന ശീലം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഞാനൊക്കെ സ്ഥിരമായി വ്യായാമം ചെയ്യാനും ഒക്കെ സാധിച്ചത് ആ റീഗയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന് നല്ലൊരു കയ്യടി കൊടുക്കാൻ സാധിക്കും. ഒരുപാട് വീട്ടമ്മമാര് എക്സസൈസ് എന്താണെന്ന് പോലും അറിയാത്ത ആളുകൾക്ക് നമ്മള് റീഗയിലൂടെ എക്സസൈസ് പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ഫാമിലിയായ ഒരുപാട് ആളുകളെ നമുക്ക് വാർത്തെടുക്കാൻ നമ്മുടെ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന്റെ പ്രത്യേകതയാണ്. അത് നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. അതിലൂടെ നമുക്ക് ആരോഗ്യത്തെ മൈൻഡ് ചെയ്യാനും ഒരുപാട് ആരോഗ്യമുള്ള ഫാമിലിയെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. മറ്റൊന്ന്, നമുക്ക് ഇതിന്റെ പ്രത്യേകത, നമുക്ക് ഒരുപാട് ആളുകളുടെ റോൾ മോഡലാകാൻ നമുക്ക് സാധിക്കും. അതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത. അവരെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഒരുപാട് ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നാളെ അവരിൽ ഒരാളായിക്കൊണ്ട് നമുക്ക് മാറാൻ സാധിക്കും. അതാണ് നമ്മുടെ പ്രത്യേകത. ഇന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ നാളെ അയാൾ ബെറി സ്റ്റാർ ലീഡർ ആകും. അതുപോലെ തന്നെ ബെറി ഡബിൾ സ്റ്റാർ ലീഡർ ആകും. അങ്ങനെ ഫാസ്റ്റ് ട്രാക്കറായി TC, ATC, DTC, അങ്ങനെ ITC, NTC. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ, ഒരു മാസം 1.5 കോടി വരെ വരുമാനം വാങ്ങുന്ന നമ്മുടെ മുബീൻ സാറെ പോലുള്ള ഒരു ലീഡറായി മാറാൻ ഇന്ന് ജോയിൻ ചെയ്ത ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് വരെ സാധിക്കുമെങ്കിൽ അതാണ് നമ്മുടെ ബിസിനസ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ പ്രയോറിറ്റി
കൊടുക്കണം. 100% ഇതിനു വേണ്ടി പ്രയോറിറ്റി കൊടുക്കണം. വീട്ടിൽ കുടിക്കൽ ഉണ്ടാകും, കല്യാണങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ വയറ് കാണാൻ പോകൽ ഉണ്ടാകും. പിന്നെ ഒരുപാട് ശ്രദ്ധ മാറ്റാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫാമിലിയിലും നമ്മളിലും ഉണ്ടാകും. അതൊക്കെ താൽക്കാലികം മാറ്റി വെച്ചുകൊണ്ട് 2 to 5 കൊല്ലം ഇതിനു വേണ്ടി ആരൊക്കെ സമയം ചെലവഴിക്കുന്നുണ്ട്, പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്, അവർക്കൊക്കെ ഇതിൽ വിജയിക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ ബിസിനസിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഇന്നൊരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ നാളെ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന, ഒരുപാട് ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവർക്കൊക്കെ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡർ ആയിക്കൊണ്ട് ഇതിലൂടെ നമുക്ക് മാറാൻ സാധിക്കും. അതാണ് സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും SPGയെ 100% ഫോളോ ചെയ്തുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് വിജയിക്കുക. ഇന്നത്തെ ഡിസ്ട്രിബ്യൂട്ടർ നാളത്തെ ITC ആണ്. ഇന്നത്തെ ഡിസ്ട്രിബ്യൂട്ടർ നാളെ NTCയും അതുപോലെ ഒരുപാട് റാങ്കുള്ള ഒരു ലീഡർ ആയിട്ട് മാറാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യണം. അതായത് ലീഡർഷിപ്പിന് കഴിവുള്ള ആളുകളെ നമ്മൾ ടീമിൽ വരുന്ന സമയത്ത് അവരെ ഫോക്കസ് ചെയ്യണം. അവരെ താഴെ പെട്ടെന്ന് org 1 org 2 ടീമിനെ ക്രിയേറ്റ് ചെയ്യണം. ഒരുപാട് ആളുകളുടെ നയിക്കാനുള്ള ഒരു കപ്പാസിറ്റി ലീഡർ വരുന്ന സമയത്ത് അവരെ വിട്ടുകൊണ്ട് വീണ്ടും നമ്മൾ 1 to 1 പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കില്ല. അവരെ ലിസ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യണം. അതായത് അവരുടെ ഇപ്പോൾ 4 ബേസിക്കിൽ പറയുന്ന ലിസ്റ്റ് ബിൽഡിങ്ങും അതുപോലെ തന്നെ ഷോ ദ പ്ലാനിങ്ങും ഇതൊക്കെ തന്നെ അതിൽ ചെയ്യാം. ആ ബേസിക്കലായ കാര്യങ്ങൾ നമ്മൾ ആരൊക്കെ അതിൽ ഫോളോ ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ ഇതിൽ വിജയിക്കാൻ സാധിക്കും. വിൽപ്പന വിൽക്കുന്ന ആളുകൾ ഇതിൽ വരും. അതുപോലെ തന്നെ ലീഡർഷിപ്പിന് കഴിവുള്ള ആളുകളും ഇതിൽ വരും. ലീഡർഷിപ്പിന് കഴിവുള്ള ആളുകൾ വരുന്ന സമയത്ത് അവരെ ഫോക്കസ് ചെയ്യുക. അതായത് മറ്റുള്ള ആളുകളെ ഫോക്കസ് ചെയ്യേണ്ട എന്നല്ല, അവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് വേണ്ട എല്ലാ ക്ലാസ്സുകളും 1 to 1 കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. എന്നാൽ ഫോക്കസ് ചെയ്യുന്ന ആളുകളെ നമ്മൾ നല്ലവണ്ണം ഫോക്കസ് ചെയ്യണം. അതായത് സൂര്യപ്രകാശത്തിൽ നിന്ന് കടലാസ് കത്തിച്ചവരാണ് നമ്മൾ സ്കൂൾ പോകുന്ന സമയത്ത്. അതെങ്ങനെ ചോദിച്ചാൽ ഒരു ലെൻസ് വെച്ചിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ആ സൂര്യപ്രകാശത്തിന്റെ പ്രകാശം ഒരേ ഫോക്കസിലേക്ക് വെച്ചുകൊണ്ട് കത്തിച്ചു. ഇതേ രൂപത്തിലുള്ള കത്തിക്കൽ ഇതിൽ നടക്കണം. നമ്മുടെ ടീമില് ഒരു ബെറിസ്റ്റാറായി വരുന്ന സമയത്ത് ഒരു 2-3 ആളുകൾ അവരെ താഴെ ജോയിൻ ചെയ്തിട്ടുണ്ടാകും. അതിൽ ലീഡർഷിപ്പിന് കഴിവുണ്ട് എന്ന് നമ്മൾ വിളിച്ചാ വരുന്ന പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളാണ് ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന ആളുകളെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കൂല. അവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് വേണ്ടി ഹോം മീറ്റിങ്ങുകളും അതുപോലെ തന്നെ മറ്റുള്ള ക്ലാസ്സുകളും ട്രെയിനിങ്ങുകളും ഒക്കെ കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. സൂര്യപ്രകാശം പോലെ തന്നെ സൂര്യപ്രകാശം എല്ലാ സ്ഥലത്തും എത്തുന്നുണ്ട്. അതൊക്കെ ഒരു സപ്പോർട്ടിംഗ് ആണ്. എന്നാൽ ലെൻസ് വെച്ചുകൊണ്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്താണ് ആ കടലാസ് കഷ്ണം കത്തുന്നത്. അതേ രൂപത്തില് നമ്മളെ താഴെ വന്ന ലീഡറെ, ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ കത്തിച്ചുകൊണ്ട് അവരെ റാങ്ക് മാറ്റിക്കൊണ്ട് ഒരുപാട് ലീഡേഴ്സിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു ലീഡറാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എന്റെ സുഹൃത്തുക്കളായ ഇതിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ, എന്റെ സ്നേഹിതന്മാര്, എന്റെ അച്ഛനമ്മമാര്, ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടാകും. അവരോടൊക്കെ പറയാനുള്ളത്, നമ്മളെ കയ്യിൽ കിട്ടിയത് ഒരു നിധിയാണ്. നിധി എന്ന് പറഞ്ഞാൽ ഇതിൽ മുബീൻ സാറ് 1.5 കോടിയൊക്കെ മാസത്തിൽ വാങ്ങുന്നുണ്ടെങ്കിൽ അതാണ് നിധി. ഈ മുബീൻ സാറ് നിധി കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയ സ്ഥലം നമ്മളെ ഗ്രേറ്റ് ലീഡറായ മനോജ് സാറ് കണ്ടെത്തിയിട്ടുണ്ട്. ആ മനോജ് സാറ് അവിടേക്കുള്ള വഴിയിലേക്കാണ് നമ്മൾ കൈ പിടിച്ചിരിക്കുന്നത്. ആ കൈ വിടാതെ ഈ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനിൽ ആരൊക്കെ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഇതിൽ വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 100% ചോദ്യം ചെയ്യാതെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മളെക്കാളും വയസ്സുള്ള ലീഡർ ആയിരിക്കും എന്നാലും ലീഡർ തന്നെയാണ്. ആ ലീഡർ പറയുന്ന കാര്യങ്ങൾ 100% വിശ്വസിച്ചുകൊണ്ട് എന്റെ ഓരോരോ അഭിപ്രായങ്ങൾ ബിസിനസ്സിലേക്ക് വെള്ളം ചേർക്കാത്ത രൂപത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന് മഹത്തായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്കൊക്കെ ഒരുമിച്ച് വിജയിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. നാളെ നമ്മുടെ കമ്പനിയുടെ ഒരു പ്രോഗ്രാം മലപ്പുറം ജില്ലയിൽ ഡോക്ടർ അഞ്ജിത മാഡത്തിന്റെ ഒരു ക്ലാസ് ഉണ്ട്. 4 മണിക്കൂറാണ് ക്ലാസ്. നിങ്ങളുടെ NTC ലീഡറുമായി സംസാരിച്ചാൽ അതിൽ പങ്കെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ലേൺ ഡു ടീച്ച്, നമ്മൾ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാക്സിമം ആളുകളെ ആ ക്ലാസ്സിലേക്ക് ഡോക്ടർ അഞ്ജിത മാഡത്തിന്റെ നമ്മൾ യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്ന ഡോക്ടറുടെ ലൈവ് ക്ലാസ് ആണ് മലപ്പുറത്ത് വെച്ച് നടക്കുന്നത്. എല്ലാവരും അതിൽ പങ്കെടുക്കുക, നമ്മുടെ ടീമിനെ പങ്കെടുപ്പിക്കുക. അതിലൂടെ അറിവുള്ള ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമാണ് അത് കൊടുക്കാൻ സാധിക്കുള്ളൂ.
അറിവില്ലെങ്കിൽ ഇത് ആർക്കും കൊടുക്കാൻ സാധിക്കൂല. അതുകൊണ്ട് അറിവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഹൈഫ്ലൈസ് മീറ്റിംഗിൽ എല്ലാവരും അതിശക്തമായി പ്രൊമോട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഈ സെഷൻ അവസാനിപ്പിച്ചതായിരിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. ഇതിന് വിജയിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ഒക്കെ സർവശക്തി നമുക്കൊക്കെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്